ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് സിലബസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതായത് സീരീസ് സർക്യൂട്ട് എന്താണ്, ആ സീരീസ് സർക്യൂട്ടിൽ എങ്ങനെയാണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യുന്നത്, അതേപോലെ തന്നെ പാരലൽ സർക്യൂട്ട് എന്താണ്, അതിലെങ്ങനെയാണ് കറണ്ട് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സ്, അവിടെ നമ്മൾ എന്ത് കണക്ട് ചെയ്തു, രണ്ട് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തു. ആ റെസിസ്റ്റേഴ്സിന്റെ ഒരു പോയിന്റുകൾ തമ്മിൽ മാത്രമേ കണക്ഷൻ ഉള്ളൂ, ഇവർ തമ്മിൽ പരസ്പരം ഒരു പോയിന്റിൽ മാത്രമേ കണക്ഷൻ ഉള്ളൂ. അങ്ങനെ സർക്യൂട്ട്സ് ആണ് സീരീസ് സർക്യൂട്ട്. ഈ റെസിസ്റ്ററിന്റെ ഈ രണ്ട് പോയിന്റ്സും ഈ റെസിസ്റ്ററിന്റെ ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ പരസ്പരം കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് പാരലൽ സർക്യൂട്ട് എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് മാത്രമേ കണക്റ്റഡ് ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടുത്തെ സപ്ലൈ എന്ന് പറയുന്നത് ഇതാണ് വോൾട്ടേജ് സോഴ്സ്, അതിന്റെ പോസിറ്റീവ്, അതിന്റെ നെഗറ്റീവ്. അപ്പൊ സീരീസ് സർക്യൂട്ടിന്റെ അകത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ R1 എന്ന റെസിസ്റ്ററിലൂടെയും R2 എന്ന റെസിസ്റ്ററിലൂടെയും സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇവിടെ ഒരു 10 വോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 10 വോൾട്ട് കിട്ടും. അതായത് നമ്മൾ രണ്ട് കുട്ടികൾക്ക് നമ്മൾ മുട്ടായി കൊടുക്കുന്നത് പോലെ, നമ്മുടെ 10 മുട്ടായി ഉണ്ടെന്ന് വിചാരിക്കുക, രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരാൾക്ക് ഇച്ചിരി കൂടുതലും ഒരാൾക്ക് ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഈ വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു കറണ്ട് ഒഴുകുന്നു. ആ കറണ്ട് ഇതുവഴിയൊക്കെ പോകുന്നത് ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്നു, ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്നു. R1 റെസിസ്റ്ററിലൂടെ ഒഴുകുമ്പോൾ അതിനെ I1 എന്ന് പേര് കൊടുത്തു. അതിനക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് V1. R2 ഒഴുകുമ്പോൾ അതിന് I2 എന്ന് പേര് കൊടുത്തു. അതിനക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് V2. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, വാട്ട് ഈസ് I1 ആൻഡ് I2? ഈ സെയിം കറണ്ട് ആയിരിക്കും. നമ്മൾ പഠിച്ചു സീരീസ് സർക്യൂട്ടിൽ എന്താണ്, സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിന്റെ അകത്ത് നമ്മൾ ഒരിക്കലും സീരീസ് സർക്യൂട്ട് അല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം ഈ റെസിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ TV ആകാം, ഫ്രിഡ്ജ് ആകാം, കമ്പ്യൂട്ടർ ആകാം, എന്ത് വേണേലും ആയിക്കൊള്ളട്ടെ. അപ്പം ഇതൊക്കെയാണ് റെസിസ്റ്റർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ലോഡ് റെസിസ്റ്റർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ ഡിവൈസിനും കിട്ടുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് മേടിക്കുമ്പോൾ ഉടനെ ആ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് അത് പറയും ഇത്ര വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ന് പറയും. പക്ഷെ നമ്മൾ രണ്ട് ഡിവൈസസ് കണക്ട് ചെയ്തു, അപ്പോൾ ഒരാൾക്ക് 100ഉം ഒരാൾക്ക് 130 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സീരീസ് സർക്യൂട്ട് ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൽ നമ്മൾ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ലോഡ് റെസിസ്റ്റർ അങ്ങ് മാറ്റി ഒരെണ്ണം ഓഫ് ചെയ്തിട്ടു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതുവഴി കറണ്ട് ഒഴുകിയാലേ ഇങ്ങോട്ട് കറണ്ട് ഒഴുകത്തുള്ളൂ. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്സിൽ പാരലൽ സർക്യൂട്ട്സ് നമ്മൾ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഒരു വോൾട്ടേജ് സോഴ്സ്, അതിൽ നിന്ന് കറണ്ട് ഒഴുകുന്നു. I1ഉം I2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമുക്ക് ഈ V1 എങ്ങനെ കണ്ടുപിടിക്കാം, V2 എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സീരീസ് സർക്യൂട്ടിൽ എപ്പോഴും ഓർക്കുക R1ഉം പ്ലസ് R2 = ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് സീരീസ് സർക്യൂട്ട് എന്ന് പറയാൻ കാരണം, ഈ റെസിസ്റ്ററിന്റെ ഒരു നോഡ് മാത്രമേ പരസ്പരം കണക്ഷൻ ഉള്ളൂ. ഇതിന്റെ രണ്ട് നോഡുകളും തമ്മിൽ പരസ്പരം കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, പാരലൽ സർക്യൂട്ട് എന്ന് വിളിക്കാം. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു R. അതേപോലെ തന്നെ ഇവിടുത്തെ ടോട്ടൽ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ, ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അങ്ങനെ നമ്മൾ ടോട്ടൽ കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ആ കറണ്ട് തന്നെ ആയിരിക്കുമല്ലോ I1, ഈ കറണ്ട് തന്നെ ആയിരിക്കുമല്ലോ I2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് V1? I1 × R1. ഓംസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, I1 × R1 V1 കിട്ടി, I2 × R2 V2 കിട്ടി. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു R1 + R2. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് വോൾട്ടേജ് ഉണ്ട്, ഈ രണ്ട് റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസും കിട്ടി, ടോട്ടൽ വോൾട്ടേജും കിട്ടി. അപ്പൊ നമ്മൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കുന്നു. അപ്പൊ ടോട്ടൽ കറണ്ട് = എന്താണ്, ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ I കിട്ടുന്നു. ഈ സെയിം I തന്നെയാണല്ലോ, I1ഉം I2ഉം ഈ സെയിം I തന്നെയാണല്ലോ. എന്തുകൊണ്ടാണ്, സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ദ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്, ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്, ഈ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് I1 × R1 ആയിരിക്കും.
V2 R2 അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് V2 എന്ന് പറയുന്നത് എന്തായിരിക്കും? I2 ഇൻറ്റു R2 ആയിരിക്കും. നമ്മൾ സാധാരണ ഓംസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്കൊരു സീരീസ് സർക്യൂട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു 5 വോൾട്ട് ഉണ്ട്, 1 കിലോ ഓം കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? 2 കിലോ. അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. 2 കിലോ ഓം ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ കറണ്ട് ഞാൻ കണ്ടുപിടിക്കുന്നു. ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ എത്ര? 5 ഡിവൈഡഡ് ബൈ 2K. 5 ഡിവൈഡഡ് ബൈ 2K എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 2.5 മില്ലി ആംപിയർ കിട്ടി. അപ്പോൾ ഈ ടോട്ടൽ കറണ്ട് കിട്ടി. അപ്പോൾ 1 കിലോ ഓമിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര തന്നെ ആയിരിക്കും? 2.5 മില്ലി ആംപിയർ. ഈ 1 കിലോ ഓമിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര ആയിരിക്കും? 2.5 മില്ലി ആംപിയർ. വൈ? ബിക്കോസ് സീരീസ് സർക്യൂട്ട് ആണിത്. ഓക്കെ. ഇനി നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് V1 ആൻഡ് വാട്ട് ഈസ് V2. V1 ഈസ് ഈക്വൽ ടു എന്താണ്? ഇതുവഴി ഒഴുകുന്ന കറണ്ട് 2.5 മില്ലി ആംപിയർ. ഇവിടുത്തെ റെസിസ്റ്റൻസ് 1 കിലോ. അപ്പൊ 2.5 മില്ലി ഇൻറ്റു 1K. മില്ലിയും കിലോയും ക്യാൻസൽ ആയി പോവും. ദാറ്റ് ഈസ് 2.5 വോൾട്ട്. ഇത് 10⁻³ ഇത് 10⁻³ ആണ്. അത് ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് കിട്ടി? 2.5 വോൾട്ട്. അപ്പൊ ഇവിടെ 2.5 വോൾട്ട്, ഇവിടെ 2.5 വോൾട്ട്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു പ്രോബ്ലം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം 5 വോൾട്ട്. ഇവിടെ ഉള്ള രണ്ട് റെസിസ്റ്റേഴ്സും എന്താണ്? ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ്. ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഈക്വൽ ആയിട്ട് മാത്രമേ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകത്തുള്ളൂ. ഒരേപോലെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതായത് 5 വോൾട്ട് എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോണം ഇവിടെ എത്ര ആയിരിക്കും അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ്? 2.5 വോൾട്ട്. ഇവിടെ എത്ര ആയിരിക്കും ഇതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ്? 2.5 വോൾട്ട്. പകുതി ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സർക്യൂട്ട് നോക്കാം. ഇത് 10 വോൾട്ടായി 2 കിലോ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും 10 വോൾട്ട് ആയതുകൊണ്ട് ഈക്വൽ റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 5 വോൾട്ട്, ഇതിനക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 5 വോൾട്ട്. നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ കറണ്ട്, ടോട്ടൽ റെസിസ്റ്റൻസ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കറണ്ട് കിട്ടി. ആ ടോട്ടൽ കറണ്ടിന്റെ അകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ V1 ഉം V2 ഉം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 10 വോൾട്ട് ആയതുകൊണ്ട് ഈക്വൽ റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് 5 വോൾട്ട്, ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് 5 വോൾട്ട്. ഓക്കെ. ഇനി ഇതിന്റെ സൈനും കൂടെ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ. ദെൻ അടുത്തൊരു സീരീസ് സർക്യൂട്ട് നോക്കിക്കേ. 15 വോൾട്ട്, 3 കിലോ ഈക്വൽ റെസിസ്റ്റേഴ്സ് അല്ലേ? ഈക്വൽ റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് എന്താണ്? ഈ 15 വോൾട്ടിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെ ആയിരിക്കും വരുന്നത്? ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് V1 വിൽ ബി എന്തായിരിക്കും? 7.5 വോൾട്ട്, V2 വിൽ ബി എന്തായിരിക്കും? 7.5 വോൾട്ട്. അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് 15 വോൾട്ട് 1 കിലോ ഓമും 2 കിലോ ഓമും ആണ്. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. വോൾട്ടേജ് ഡ്രോപ്പ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു റേഷ്യോനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേരത്തെ 1:1 റേഷ്യോ ആയതുകൊണ്ടാണ് 10 ആയതുകൊണ്ട് 5:5ഉം 15 ആയതുകൊണ്ട് 7.5 ആയത്. കാരണം അവിടുത്തെ റേഷ്യോ 1:1 ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ റേഷ്യോ നിങ്ങൾ നോക്കിക്കേ, 1K 2K. അപ്പൊ 1:2 ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും? നമ്മൾ റേഷ്യോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. 1:2 ആണെങ്കിൽ ആദ്യത്തെ ആൾക്ക് എത്ര കിട്ടും? 1/3. രണ്ടാമത്തെ ആൾക്ക് എത്ര കിട്ടും? 2/3. അതേപോലെ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ സാധാരണ രീതി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ കറന്റ്, ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. എത്രയാണ് ടോട്ടൽ റെസിസ്റ്റൻസ്? 1 കിലോ ഓം പ്ലസ് 2 കിലോ ഓം, 3 കിലോ ഓം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടി. അപ്പൊ ഇതുവഴി ഒഴുകുന്ന കറണ്ട് എത്രയാണ്? ഈ 5 മില്ലി ആംപിയർ. ഇതുവഴി ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 5 മില്ലി ആംപിയർ. 5 മില്ലി ആംപിയർ 1 കിലോ ഓമിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിനക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? I1 ഇൻറ്റു 1 കിലോ ഓം. That is 5 milliampere into 1 kilo ohm. That is 5 volt. Then here എന്താണ്? 5 milliampere into 2 kilo ohm. That is 10 volt. അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാം? നമ്മൾ ഈ ഒരു റേഷ്യോ, ഈ 15 വോൾട്ടിന് ഏത് റേഷ്യോയിലാണ്? 1:2. അതായത് 1/1 + 2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 15 വോൾട്ട് ഇൻറ്റു 1 കിലോ ഓം ബൈ 1 കിലോ ഓം പ്ലസ് 2 കിലോ. ദാറ്റ് ഈസ് 15 ഇൻറ്റു 1/3, 5 വോൾട്ട്. ശരിയല്ലേ? നമ്മൾ ഈ രീതി കണ്ടുപിടിച്ചപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയത്. അപ്പൊ ഞാൻ ഇതിന് എളുപ്പമാർഗം പറയാം. ദാറ്റ് ഈസ് V1 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇറ്റ്സ് ഓൺ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. നമ്മൾ ഈ ഒരു സമവാക്യം നമ്മൾ ഓർത്തു വെക്കുക. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തു വെക്കുക എപ്പോഴും. അതായത് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇറ്റ്സ് ഓൺ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. V1 ഇറ്റ്സ് ഓൺ റെസിസ്റ്റൻസ് പറയുന്നത് ഏതാണ്? 1 കിലോ. അപ്പോൾ 15 വോൾട്ട് ഇൻറ്റു 1 കിലോ ഓം ഡിവൈഡഡ് ബൈ 1 കിലോ ഓം പ്ലസ് 2 കിലോ. 15 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 5 വോൾട്ട്. അപ്പൊ നമുക്ക് ഈ രീതിയിലും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം.
ഓക്കെ, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, ടോട്ടൽ വോൾട്ടേജും ഉണ്ട്. അപ്പോൾ V2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എനിക്ക് അറിയണം, അല്ലെങ്കിൽ ഈ റെസിസ്റ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് V2 എനിക്ക് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇറ്റ്സ് ഓൺ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം 20 വോൾട്ട് 2 കിലോ ഓം 3 കിലോ ഓം പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. V1 വാട്ട് ഈസ് V1? 20 volt into its own resistance, that is 2 kilo ohm by total resistance, that is 2 kilo ohm plus 3 kilo ohm. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 8 വോൾട്ട് കിട്ടി. Then 3 kilo ohm across ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്താ? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇറ്റ്സ് ഓൺ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 3 കിലോ ഓം ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. നമുക്ക് ഈ ഒരു രീതിയിലും ചെയ്യാൻ പറ്റും. ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചിട്ട് ഓംസ് ലോ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയും ചെയ്യാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് എന്ത്? വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാം. എങ്ങനെ? 6 കിലോ ഓം അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എനിക്ക് അറിയണം. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? 30 into its own resistance, that is 6 kilo ohm by total resistance, that is 6 kilo ohm plus 4 kilo ohm, that is 30 into 6 by 10, that is 18 volt. Then V2 ഈ റെസിസ്റ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എനിക്ക് അറിയണം, that is 30 volt into 4 kilo ohm divided by total resistance. Okay, then അതായത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും, വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇറ്റ്സ് ഓൺ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഇതാണ് എന്ത്? വോൾട്ടേജ് ഡിവൈഡർ റൂൾ. ഓക്കെ, അപ്പം ഈ ഒരു സർക്യൂട്ടിലാണെങ്കിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1 R2. അപ്പൊ R1 അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പിന് V1 എന്നും R2 അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് V2 എന്നും കൊടുത്തെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? V1 ഇസിക്കൽ ടു എന്താണ്? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. വാട്ട് ഈസ് V2? V2 is equal to total voltage into R2 divided by R1 plus R2. That is voltage divider rule. ഇനി ഇത് 3 റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ what is V1? Total voltage into its own resistance by total resistance, R1 plus R2 plus R3. Total voltage into its own resistance, that is V into R2 divided by R1 plus R2 plus R3, that is V2. What is V3? Total voltage into its own resistance, that is R3 divided by R1 plus R2 plus R3. Okay, thank you all. We will discuss about the parallel circuit and current divider rule in the next class. Stay happy. Thank you.